ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണ്. വേറൊന്നുമല്ല, നമ്മുടെ സാധാരണ ഗോതമ്പ് ദോശയാണ് നമ്മൾ തയ്യാറാക്കുന്നത്. ഗോതമ്പ് ദോശ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്, പക്ഷെ പലർക്കും ഇത് കഴിക്കാൻ ഇഷ്ടമല്ല. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങളിത് തയ്യാറാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകും. ഇത് കഴിക്കുമ്പോൾ ഗോതമ്പ് ദോശയാണെന്ന് പറയുകയൊന്നുമില്ല. നല്ല ക്രിസ്പിയും അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയുമാണ്. അതിൻ്റെ കൂടെ തന്നെ നല്ല വെറൈറ്റി ടേസ്റ്റിലുള്ള ഒരു ചട്നിയും ഞാൻ തയ്യാറാക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതിനു വേണ്ടി ആദ്യം തന്നെ ഞാനൊരു പാത്രത്തിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ എത്രത്തോളം ദോശ ഉണ്ടാക്കുന്നോ അതിനനുസരിച്ച് ഗോതമ്പ് പൊടിയുടെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് റവയാണ്. ഗോതമ്പ് പൊടിയുടെ പകുതി അളവിലാണ് ഞാൻ റവ എടുത്തേക്കുന്നത്. വറുത്തതോ വറുക്കാത്തതോ ഏത് റവ വേണമെങ്കിലും നമുക്ക് എടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് 1/4 കപ്പ് കടലമാവാണ്. ഇതെല്ലാം ഈ ഒരു അളവിൽ വേണം നമ്മൾ ചേർത്ത് കൊടുക്കാനായിട്ട് കേട്ടോ. നമ്മൾ എടുക്കുന്ന ഗോതമ്പ് പൊടിക്ക് അനുസരിച്ച് റവയുടെയും കടലമാവിൻ്റെ അളവ് ഇതേ രീതിയിൽ തന്നെ ചെയ്യുക. ഇനി ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്ത ശേഷം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് തൈരാണ്. 2 ടേബിൾ സ്പൂൺ തൈര് ഞാൻ എടുത്തിട്ടുണ്ട്. അധികം പുളിയില്ലാത്ത തൈര് വേണം നമുക്കിതിലേക്ക് എടുക്കാനായിട്ട്. ഇനി പുളിയുള്ള തൈരാണെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ മാത്രം മതി. അപ്പോൾ നമ്മൾ തൈരെടുത്ത പാത്രത്തിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഞാൻ അതും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. പഞ്ചസാര ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ദോശയ്ക്ക് നല്ലൊരു കളറ് കിട്ടും. മധുരമൊന്നും ആവാൻ പാടില്ല. അതിനനുസരിച്ച് വളരെ കുറച്ച് മാത്രമേ ചേർത്ത് കൊടുക്കാവൂ കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ച് കൊടുത്ത ശേഷം കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ദോശമാവിൻ്റെ പരുവത്തിലൊന്ന് ആക്കിയെടുക്കാം. നമ്മളെപ്പോഴും ഇതിനുള്ള മാവ് തയ്യാറാക്കുമ്പോഴേ നമ്മുടെ ദോശമാവിനെക്കാട്ടിൽ കുറച്ചുകൂടി ലൂസായിട്ട് വേണം നമ്മളിത് തയ്യാറാക്കി എടുക്കാൻ. അപ്പോൾ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഈ ഒരു രീതിയിൽ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്ത ശേഷം ഇത് മിക്സിയുടെ ജാറിലിട്ടിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കണം. ഇനി ഈ പൊടികളൊക്കെ ഡയറക്റ്റ് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ട് ഇളക്കി ചേർത്തിട്ട് അങ്ങനെയും വേണമെങ്കിൽ നമുക്ക് അരച്ചെടുക്കാം കേട്ടോ. ചിലപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ബ്ലേഡൊക്കെ കറങ്ങാതെ വരും. അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഇതുപോലൊന്ന് കലക്കി കൊടുത്ത ശേഷം നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് അടിച്ചെടുക്കുക. ഒരുപാടൊന്നും അരച്ചെടുക്കേണ്ട ആവശ്യമില്ല. കട്ടകളൊന്നും ഇല്ലാതെ ഒന്ന് കിട്ടിയാൽ മാത്രം മതി. അതുപോലെ തന്നെ നമ്മളിതിലേക്ക് റവയൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആ റവയൊക്കെ ഒന്ന് ചെറിയ രീതിയിലൊന്ന് അരഞ്ഞ് കിട്ടണം, അത്ര മാത്രം മതി. അപ്പോൾ അതാ ഞാനിത് നല്ല രീതിയിലൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. കട്ടകളൊന്നുമില്ല. ഇനി നമുക്കിതൊരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. കാരണം നമ്മളിതിലേക്ക് റവ ചേർത്ത് കൊടുത്തുകൊണ്ട് തന്നെ റവയൊക്കെ ഒന്ന് കുതിർന്ന് വരാനായിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ആ നേരം കൊണ്ട് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചട്നി ഉണ്ടാക്കാം. അപ്പോൾ നമ്മൾ ചട്നി ഉണ്ടാക്കാനായിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ എണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എണ്ണ ചെറിയ രീതിയിലൊന്ന് ചൂടായിട്ട് വന്നപ്പോഴത്തേക്ക് അതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ കടലപ്പരിപ്പിന് പകരം ഉഴുന്നുപരിപ്പ് വേണമെങ്കിലും ചേർക്കാവുന്നതാണ് കേട്ടോ. ഒന്ന് ഇളക്കി ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണം നമ്മൾ ഈ കടലപ്പരിപ്പൊക്കെ ഇട്ട് കൊടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് ആവശ്യമുള്ളത് വറ്റൽമുളകാണ്. ഞാനൊരു 6-7 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. ഇത് എരിവുള്ള വറ്റൽമുളകാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ 2ആയിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ അരിയൊക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ട്. ഇനി നിങ്ങളുടെ കയ്യിൽ കാശ്മീരി മുളക് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇതിൻ്റെ കൂടെ തന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 7-8 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഈ സമയം ഇതിലേക്ക് ഞാൻ കുറച്ച് സവാള കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയാണ്. ഒരു മീഡിയം സൈസുള്ള സവാള എടുത്തിട്ടുണ്ട്. ഇനി ഈ സവാളയ്ക്ക് പകരം നമ്മുടെ കയ്യിൽ ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ പെട്ടെന്നൊന്ന് വഴണ്ടി വരാനായിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തുകൊണ്ട് ഇതെല്ലാം കൂടി നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കാം. ഒരുപാടങ്ങ് വഴണ്ടി വരേണ്ട ആവശ്യമില്ല. സവാളയൊക്കെ ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടിയാൽ മാത്രം മതി. നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വഴണ്ടി കിട്ടും. സവാളയൊക്കെ ഒന്ന് ചെറിയ രീതിയിലൊന്ന് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഈ സമയം ഇതിലേക്ക് നമുക്ക് തക്കാളിയാണ് ചേർക്കേണ്ടത്. 2 വലിയ തക്കാളി കട്ട് ചെയ്താണ് ചേർക്കുന്നത്. തക്കാളിയും കൂടെ ചേർത്തിട്ട് ഇതെല്ലാം കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. അതുപോലെ തന്നെ ഈ തക്കാളിയും പെട്ടെന്നൊന്ന് വഴണ്ടൊന്ന് സോഫ്റ്റായിട്ട് വരുന്നതിന് വേണ്ടി ഇതിലേക്ക് കുറച്ചുകൂടി ഉപ്പ് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. എല്ലാം കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി ചേർത്ത് കൊടുത്ത ശേഷം 2 മിനിറ്റ് നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ചു വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്യാം.
അപ്പോൾ അത് 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ തുറക്കുന്നുണ്ട്. തക്കാളിയൊക്കെ നല്ലതുപോലെ സോഫ്റ്റായിട്ട് വന്നിട്ട് ഉടഞ്ഞ് നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞാനിതൊന്ന് ഇളക്കി ചേർത്ത് വെച്ച് കൊടുത്തിരുന്നു കേട്ടോ. അപ്പോൾ അതാ ഈ ഒരു രീതിയിൽ വേണം നന്നായിട്ട് വഴണ്ട് കിട്ടാനായിട്ട്. ഇനി ഇത് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. അതിനുശേഷം നമുക്കിത് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ ആ സമയം നമുക്കിതിലേക്ക് 1-2 കാര്യങ്ങളോട് ചേർക്കാനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ തക്കാളി സവാളയൊക്കെ തണുത്ത് വന്നിട്ടുണ്ട്. ഞാനതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ ഇനി നമുക്ക് വേണ്ടത് കുറച്ച് മല്ലിയിലയാണ്. ഒരുപാട് വേണ്ട, 1-2 ഇല മാത്രം മതി കേട്ടോ. ആ ഒരു ചെറിയ ഒരു ടേസ്റ്റ് കിട്ടിയാൽ മാത്രം മതി. ഒരുപാട് ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ചട്നിയുടെ കളർ തന്നെ മാറിപ്പോകും. ഇനി നമ്മളിതിലേക്ക് സ്പെഷ്യലായിട്ട് ചേർക്കുന്നത് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റാണ്. ഒരുപാടൊന്നും വേണ്ട, 1 ടീസ്പൂൺ മാത്രം മതി. ഇനി ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കുക. ഞാനിതിലേക്ക് ഒട്ടും വെള്ളമൊന്നും ചേർക്കാതെയാണ് അരച്ചെടുക്കുന്നത്. ഇതാകട്ടില്ലേ, നമ്മുടെ ചട്നി ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. നല്ല സൂപ്പറാണ്, നല്ല ടേസ്റ്റാണ്. ഉപ്പൊക്കെ നല്ല പാകത്തിനുണ്ട്. അതേപോലെ തന്നെ ഞാൻ ഇതിനകത്ത് ഒട്ടും വെള്ളമൊന്നും ചേർത്തിട്ടില്ല. ഇനി നിങ്ങൾക്കിത് കുറച്ചുകൂടി ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ 1-2 ടീസ്പൂൺ മാത്രം വെള്ളം ചേർത്ത് കൊടുക്കുക. ഒരുപാട് വെള്ളം ചേർക്കരുത്. നല്ല സൂപ്പറായിട്ടുള്ളൊരു ചട്നിയാണ്. അപ്പോൾ ഇത് നമുക്ക് സൈഡിലോട്ട് മാറ്റി വെക്കാം. പെട്ടെന്ന് തന്നെ നമുക്ക് ദോശയും കൂടി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇത്രയും നേരം കൊണ്ട് തന്നെ നമ്മുടെ ദോശമാവൊക്കെ നല്ല കറക്റ്റ് പരുവായിട്ടുണ്ട്. റവയൊക്കെ കുതിർന്ന് നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ആദ്യം തന്നെ നമ്മൾ വെള്ളം കൂട്ടി വെച്ചത് കൊണ്ട് തന്നെ ഇപ്പം നമുക്ക് പ്രത്യേകിച്ച് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതേപോലെ റെസ്റ്റ് ചെയ്യാൻ വെക്കുമ്പോഴേ കുറച്ച് ടൈറ്റായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ ദോശ ഉണ്ടാക്കാനായിട്ടുള്ള പാൻ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാനൊന്ന് ചെറിയ രീതിയിൽ മാത്രമേ ചൂടായി വരാവൂ കേട്ടോ. ഒരുപാട് ഓവറായിട്ട് ചൂടാവരുത്. ഒരു മീഡിയം ലെവലിൽ പാനൊന്ന് ചൂടായിട്ട് വരുമ്പം അതിലേക്ക് ഞാൻ 1.5 തവി മാവ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കനം കുറച്ച് ഇതേ രീതിയിലൊന്ന് നിരത്തിയെടുക്കുന്നുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഗോതമ്പ് ദോശയാണ് നമ്മൾ തയ്യാറാക്കുന്നത്. ഇനി ഇതേ രീതിയിൽ തന്നെ 1-2 മിനിറ്റ് നമ്മൾ വിടുക, ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തുകൊണ്ട് തന്നെ. എന്നിട്ട് ചെറിയ രീതിയിൽ ഇതൊന്ന് വെന്ത് വരുമ്പോഴേ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് എണ്ണയൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ദോശ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ആദ്യം തന്നെ തവയിൽ എണ്ണ ഒഴിച്ച ശേഷം ഒന്നും മാവ് എടുത്തൊഴിക്കരുത്. എണ്ണയൊന്നും ഇല്ലാതെ ഉള്ള ആ ഒരു തവയിലാണ് നമ്മളിതുപോലെ മാവ് ഒഴിച്ചു കൊടുക്കേണ്ടത്. അതിനുശേഷം ഇതുപോലെ വെന്ത് വരുമ്പോഴേ കുറച്ച് എണ്ണ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തുകൊണ്ട് നമ്മൾ ഇതുപോലെ തന്നെ വെച്ച് കൊടുക്കുക. സൈഡൊക്കെ ഒന്ന് മാറ്റി മാറ്റി വെച്ച് കൊടുക്കാവുന്നതാണ്. 1-2 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ഇതേ രീതിയിൽ നല്ല ക്രിസ്പി ആയിട്ട് നല്ല മൊരിഞ്ഞ ദോശ കിട്ടും. ഇത് നമ്മൾ തിരിച്ചൊന്നും ഇട്ട് കൊടുക്കുന്നില്ല. ഇനി വേണമെന്നുണ്ടെങ്കിൽ തിരിച്ചിട്ട് നമുക്ക് എടുക്കാവുന്നതാണ് കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശയാണ്. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാൻ ഈ ദോശ തയ്യാറാക്കിയത് നോൺ സ്റ്റിക്കിൻ്റെ പാനിലാണ്. ഇനി ഈ നോൺ സ്റ്റിക്കിൻ്റെ പാൻ തന്നെ വേണമെന്നില്ല. നമ്മുടെ സാധാരണ ഇരുമ്പ് ചട്ടിയിൽ നമുക്കിത് ചെയ്തെടുക്കാവുന്നതാണ്. ദോശക്കല്ലിലൊക്കെ നമുക്ക് സൂപ്പറായിട്ട് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. ഇരുമ്പ് ചട്ടിയിൽ ചെയ്തെടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ല ക്രിസ്പി ആയിട്ട് ദോശ കിട്ടും. അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള ഗോതമ്പ് ദോശയും ചട്നിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല കനം കുറഞ്ഞ നല്ല ക്രിസ്പി ആയിട്ടാണ് കിട്ടിയേക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകും. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു.